ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പാൽക്കപ്പ ഉണ്ടാക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുള്ളി, ചെറിയ ഉള്ളി തൊലിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് രണ്ടിനും കൂടി ഉള്ളതാണ്. അതായത് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മൾ ചതയ്ക്കും, പിന്നെ കുറച്ച് നമുക്ക് കടുക് വറുക്കാൻ. ഇത്രയും മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഉള്ളി തൊലിക്കാൻ മടിയായതുകൊണ്ട് കുറച്ച് തൊലിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഇത് നമുക്കിനി അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ കപ്പ ഇവിടെ റെഡിയാണ്. പക്ഷെ ഇത് വൃത്തിയാക്കണം ഗൈസ്. ഇതാണ് എനിക്ക് ഏറ്റവും ടഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഞാനത് ശരിയാക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ കപ്പ നമുക്ക് റെഡിയാക്കാൻ കഴിച്ചു. ഞാൻ നിന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കാണില്ല. ഞാൻ ഇതിൻ്റെ ചെറിയ ഒരു ഇതിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഫോണ്. അപ്പോൾ നമുക്ക് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ വൃത്തിയാക്കാം. ചിലർക്കിത് സിമ്പിൾ പരിപാടിയായിരിക്കും ഗൈസ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സിമ്പിളല്ല. കാരണം കൈ മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും ഇത് ചെയ്യണം. ഓക്കെ, ഞാനല്ല അത് പൊതുവെ ചെയ്യാറ്, പക്ഷേ അമ്മയാണ് ചെയ്യാറ്. അമ്മ എക്സ്പേർട്ടാണ് ഗൈസ് ഇതിലൊക്കെ. പക്ഷെ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് കൈ ചിലപ്പോൾ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ട്രൈ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. ഇത് കറക്റ്റായി വരേണ്ട സംഭവമാണ്. ഞാനിതിന് ചെത്തി ഈ ഒരു പരുവമാക്കി ഗൈസ്. ഒരു പീസ് പോലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇതിനായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇതായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫസ്റ്റ് തൊട്ട് കാണുന്നവർക്ക് അറിയാം. ഫസ്റ്റ് വീഡിയോ ഒരു പൈനാപ്പിൾ പായസമായിരുന്നു. അതിന് ശേഷം ഞാൻ ലോങ് വീഡിയോ കുക്കിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ലോങ് വീഡിയോ കുക്കിംഗ് ആയിട്ട് ചെയ്യുന്നത്. ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ കുറച്ചല്ലേ കാണിക്കുള്ളൂ. ഞാൻ എല്ലാം ഒന്നും കാണിക്കില്ലല്ലോ. അപ്പോൾ അതിന് ശേഷം ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ആണ് ഇത്. ഫ്ലോപ്പാണ് ഗൈസ്, എല്ലാം ഫ്ലോപ്പ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഒരു പീസ് ഞാൻ വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ്. ഓക്കെ, അയ്യോ, അങ്ങനെ നീണ്ട കഠിനാധ്വാനത്തിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഞാനത് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് കുക്കറിലിട്ട് വേവിക്കണം. ഇതിന് മാത്രമേ പ്രശ്നമുള്ളൂ, നമുക്ക് ടേസ്റ്റിൽ പിടിക്കാം. ഓക്കെ, ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ക്ലീൻ ചെയ്ത കപ്പ ചെറിയ വെട്ടും കുത്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ടേസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ 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 ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കേട്ടോ കപ്പ. ഇനി നമ്മളിത് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കണം കുക്കറിലിട്ടിട്ട്. ഓക്കെ, ഓക്കെ ഗായ്സ്, ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാം. ഓക്കെ ഗായ്സ്, പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നാം പാൽ, ഇത് രണ്ടാം പാൽ കുറച്ചുള്ളൂ ഗൈസ്, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മൾ മിക്സിയിൽ ചെറിയുള്ളി ഇട്ട് അരയ്ക്കണം കേട്ടോ. ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി. അപ്പോൾ അത് അരച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ കാന്താരിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് കപ്പയുടെ അവസ്ഥ. നമ്മൾ കപ്പ ഒരുപാട് വേവിച്ചിട്ടില്ല കേട്ടോ. നന്നായി ഉടഞ്ഞ് പോവും എന്നുള്ളത് കൊണ്ട് കുറച്ച്, അതായത് ഉടയുന്നതിന് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട്
അരച്ചു വെച്ചിട്ടുള്ള പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി ആ ഒരു മിക്സില്ലേ അത് നമ്മൾ ഇതിലേക്ക് ചേർത്തു കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം ഇപ്പം നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചൊരു തിള വന്നതും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ തിക്കാകുമല്ലോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ചൊരു തിള വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ കടുക് വറുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ അതിന് ശേഷം വറ്റൽമുളക്, പിന്നെ ചെറിയുള്ളി അരിഞ്ഞു വെച്ചത്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കടുക് വറുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാൽക്കപ്പയിലേക്ക് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയുടെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മീൻ കറിയോ ചിക്കൻ, ബീഫ് അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ വീട്ടിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പാൽക്കപ്പ മാത്രമാണ് കേട്ടോ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു എന്താ പറയുക, സ്റ്റൂവിൻ്റെ, നമ്മൾ വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ കറികളൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ മേ ബി ബെറ്റർ ആയിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അമ്മയുടെ അഭിപ്രായം ചോദിക്കാം കേട്ടോ. അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അമ്മ ടേസ്റ്റ് ചെയ്യുമോ? എന്നിട്ട് വേണം അമ്മ അഭിപ്രായം പറയാൻ. യെസ്. പറയൂ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ അല്ലേ? സ്റ്റൂ പോലെ ഉണ്ടാവും അതല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണമെങ്കിൽ ഇത് സ്റ്റൂ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്